വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഇനി സത്യം കണ്ടെത്താനുള്ള അന്വേഷണം. കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കാൽനടയായാണ് പുത്തൂരിലെ വീട്ടിൽ നിന്ന് മുക്കന്നൂർ വരെ ഫർസാന പോയത്. കൊലപാതകത്തിന് അരമണിക്കൂർ മുൻപ് ഫർസാന വെഞ്ഞാറമൂട് ദിശയിൽ നടന്നു നീങ്ങുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ട്യൂഷൻ എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് 22-കാരിയായ ഫർസാന ഇറങ്ങിയത്. മുക്കന്നൂരിൽ കാത്തുനിന്ന പ്രതി അഫാൻ ബൈക്കിലെത്തി ഫർസാനയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭ്യമായിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ച് നിർണായകമായ തെളിവാണ് ഇതെല്ലാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലൊരു നൊമ്പരമാണ്. ആ 22-കാരി മരണത്തിലേക്കാണല്ലോ ആ നടന്നു പൊക്കൊണ്ടിരുന്നത്. താൻ അത്രമേൽ സ്നേഹിച്ച അഫാനൊപ്പം പോകാൻ വേണ്ടിയിട്ടാണല്ലോ ആ പെൺകുട്ടി നടന്നു പോകുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലൊരു വിങ്ങലാണ്. എങ്ങനെയാണ് വിശദാംശം? തിങ്കളാഴ്ച വൈകുന്നേരം 3:15 അഫാൻ ഫോണിൽ വിളിച്ചതിന് തൊട്ടു പിന്നാലെ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് ഈ വീടിന് സമീപത്തുള്ള, അതായത് പുതൂർ എന്ന സ്ഥലത്താണ് വീട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അപ്പുറത്ത് ഈ ഇടവഴിയിലൂടെ ഈ 100 മീറ്റർ നടന്ന് ഈ വഴിയിലൂടെ നടന്നാണ് പ്രധാന റോഡിലേക്ക്, മുക്കുന്നൂർ എന്ന സ്ഥലത്തെ പ്രധാന റോഡിലേക്ക് എത്തിയത്. അവിടെ നിന്ന് വെഞ്ഞാറമൂട് ദിശയിലേക്ക് ഈ ഫർസാന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ മുക്കുന്നൂർ വരെ ഇവൾ നടന്നു നീങ്ങുകയും അവിടെ നിന്ന് പിന്നീട് ബൈക്കിലെത്തി അഫാൻ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്നാണ് ഇതിലെ വാസ്തവം അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് വിശദമായ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് മുക്കുന്നൂർ വരെ ഫർസാന എത്തിയിട്ടുണ്ട്, അത് കാൽനടയായി തന്നെയാണ് എത്തിയത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ 3:32, അതായത് ഏതാണ്ട് 3:15 കഴിഞ്ഞപ്പോൾ എനിക്ക് സമീപത്തുള്ള ഈ വീട്ടിൽ നിന്ന് ഈ ഫർസാന ഇറങ്ങുന്നു, ട്യൂഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. ഈ വഴിയിലൂടെ നടന്ന് മുക്കുന്നൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് വെഞ്ഞാറമൂട് ദിശയിൽ കാൽനടയായി നടന്ന് നീങ്ങുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാകാം. അതല്ല എങ്കിൽ അഫാൻ എവിടെയാകും കാത്തുനിൽക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരിക്കാം. അങ്ങനെ മുക്കുന്നൂറിന്റെ പ്രധാന ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നതിനിടയിൽ എവിടെയോ വെച്ച് അഫാൻ വാഹനത്തിൽ കയറ്റി, ബൈക്കിൽ കയറ്റി ഈ ഫർസാനയുമായിട്ട് മുമ്പോട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3:32 ഉള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ 4 മണിക്കാണ് അതിദാരുണമായി അവൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് സഹോദരൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവനെ ഉപായത്തിൽ കുഴിമന്തി വാങ്ങാനെന്ന പേരിൽ വെഞ്ഞാറമൂട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം വീട്ടിലേക്ക് തിരികെ കയറിയ അഫാൻ അതിക്രൂരമായി മുകളിലത്തെ നിലയിൽ ഒരു കസേരയിൽ ഇരുത്തി ഈ 22-കാരിയെ ക്രൂരമായി കൊല ചെയ്യുകയായിരുന്നു. ആ ഞെട്ടലിൽ നിന്ന് ഈ നാട് ഇപ്പോഴും മുക്തമായിട്ടില്ല. അതിനിടയിലാണ് ഈ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന, താൻ ഏറെ സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ടവനെ വിശ്വസിച്ച് അവന്റെ ഫോൺ കോൾ കേട്ട് അവനൊപ്പം ഇറങ്ങിപ്പോയ ഫർസാനയുടെ ഈ വേദന ഉളവാക്കുന്ന, നൊമ്പരമുളവാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. തീർച്ചയായും ഈ കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്ത് വിടുന്നത്. പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളിൽ ഒന്നാണിത്. കാൽനടയായി പുത്തൂരിലെ വീട്ടിൽ നിന്ന് മുക്കന്നൂർ വരെ ഫർസാന പോയതിന്റെ ദൃശ്യങ്ങളാണ്. ഇതിനുശേഷമാണ്
വഴിയിൽ കാത്തുനിന്ന് അഫാനോടൊപ്പം കയറി അഫാന്റെ വീട്ടിലേക്ക് ഫർസാന പോകുന്നത്. ട്യൂഷന് എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഡാൻ തുടരുന്നുണ്ട്. ഡാന്, ഈ നിർണായക CCTV ദൃശ്യങ്ങൾക്കൊപ്പം മറ്റ് തെളിവുകളെല്ലാം ശേഖരിക്കാൻ പെടാപ്പാട് പെടുകയാണ് ഇപ്പോൾ പോലീസ്. അതിവേഗം ഈ അന്വേഷണം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്. പക്ഷെ അവിടെ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഇപ്പോഴും അഫാൻ ആശുപത്രിയിലാണ് എന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? മറ്റെന്തൊക്കെ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത് ഇതിനോടകം? 72 മണിക്കൂറാണ് നിർണായകമായി പോലീസ് കണക്ക് കൂട്ടുന്നത്. അതായത് 72 മണിക്കൂർ കൂടി ആരോഗ്യ വിദഗ്ധരുടെ അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ അടക്കം കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കും പ്രതി. ആ 72 മണിക്കൂർ പൂർത്തിയായി ഇയാൾ മാനസിക നില വീണ്ടെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ തുടർ നീക്കങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമേ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിനോടകം ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് പ്രതി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ പോലീസിന് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിശകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. അതായത് ഈ സാമ്പത്തികമായ ബാധ്യതയുടെ പേരിൽ നേരത്തെ തന്നെ കൂട്ട ആത്മഹത്യയ്ക്ക് പ്രതി ശ്രമിച്ചിരുന്നു. ഈ കുടുംബം ഒന്നടങ്കം അങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അതിൽ നിന്ന് ഷെമി പിന്മാറിയതാണ് പിന്നീട് ഇങ്ങനെ ക്രൂരമായി എല്ലാവരെയും വേണ്ടപ്പെട്ടവരെ മുഴുവൻ കൊലപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ ദിശയിൽ അന്വേഷണം നടക്കുന്നതിനോടൊപ്പം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഈ പ്രകോപനത്തിലേക്ക് നയിക്കാനിടയായോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ, ഒരു കാര്യം, അതായത് ഇത്രത്തോളം നിഷ്ഠൂരമായ 5 കൊലപാതകങ്ങൾ നടത്തിയത് അഫാന്റെ ഉമ്മ ഷെമി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഷെമി ഡോക്ടറോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് എന്നുള്ളതാണ് ഡോക്ടറോട് പറഞ്ഞത്. അതിൽ നിന്ന് സ്വാഭാവികമായും വിലയിരുത്തപ്പെടുന്നത് തന്റെ മകനെ ഇത്തരത്തിൽ നിയമ നടപടികൾക്കൊന്നും വിട്ടുകൊടുക്കേണ്ട, അത് ഭയന്നുകൊണ്ട് ഇത്തരത്തിലൊരു കള്ളം പറഞ്ഞതാകാം ഷെമി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, തന്റെ ഇളയ മകൻ അടക്കം ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ചു എന്നുള്ളത് ഷെമി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഈ ഷെമി വീണ്ടും അബോധാവസ്ഥയിലാകുന്നുണ്ട്. ഷെമിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ മറ്റ് വിവരങ്ങൾ അഫാനെ കുറിച്ചുള്ളത് ലഭിക്കും എന്നുള്ള സൂചന അല്ലെങ്കിൽ ആ ഒരു നിഗമനം പോലീസിന് മുന്നിലില്ലേ? അതോടൊപ്പം അഫാന്റെ അച്ഛനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം, ആ ശ്രമങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? അതായത് തലയോട്ടിക്കാണ് ക്ഷതമേറ്റത് ഈ ആക്രമണത്തിൽ ഷെമിക്ക്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ദുഷ്കരമായ ദൌത്യമാണ്. അങ്ങനെ ഒരു ദൌത്യത്തിന് പോലീസ് ഇപ്പോൾ മുതിരില്ല എന്നാണ് അറിയുന്നത്. കാരണം വലിയൊരു ദുരന്തം ഉണ്ടായ വിവരം ഷെമിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് ഇങ്ങനെ സ്വന്തം അനുജനെ അടക്കം അവൻ കൊന്നു, ക്രൂരമായി കൊലപ്പെടുത്തി എന്ന കാര്യം, ഈ അഫാൻ കൊലപ്പെടുത്തി എന്ന കാര്യം ഷെമിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉറച്ചു പറയുന്നത്. ബന്ധുക്കളിൽ ചിലരോട് അനിയൻ എവിടെയെന്ന് ഈ ഷെമി ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ സുഖമായിരിക്കുന്നുവെന്ന മറുപടിയാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്നത് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തത്തിന് വിവരം എങ്ങനെ അവരെ അറിയിക്കുമെന്നതാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഉറ്റമിത്രങ്ങളുമൊക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനിടയിലാണ് ഈ കാര്യങ്ങൾ എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച ഒരു കൃത്യമായ വസ്തുത പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഷെമിയിൽ നിന്നത് ചോദിച്ചറിയേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് കൂടി കാര്യങ്ങൾ പോലീസിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കാം എന്നൊരു വിലയിരുത്തലിലാണ് പോലീസ്. അതിനുശേഷം മാത്രം അങ്ങനെയൊരു നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നാണ് അവരുടെ തീരുമാനവും. പക്ഷേ അതിനിടയിലാണ് ഈ പിതാവിനെ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ നാട്ടിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് അറിയാതെ ഉഴലുകയാണ് ബന്ധുക്കളും. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് അഫാനെ ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം അഫാന്റെ പിതാവിനെ നാട്ടിലെത്തിക്കാനുള്ള സന്നദ്ധ സംഘടനകളുടെ ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.